ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ മജിക്ക് ഭയങ്കര തൊണ്ടവേദന, ചൂടുവെള്ളുണ്ട്, പിന്നെ ഇഞ്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മള് ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഫസ്റ്റ് ലൈൻ ചെമ്പായി പുറത്തിറങ്ങും. മ്യാൻമാർ ബോർഡർ, പിന്നെ ഇവിടെ ഇവിടെ കൊണ്ട് കാണാൻ, അതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. പക്ഷെ ഇവിടെ അത്ര ഫ്ലവേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒക്ടോബർ ആയിരുന്നു പീക്ക് സീസൺ. കയറി നോക്കാം എന്താ അവസ്ഥ നോക്കാം. ആണ് സ്ഥലത്തിൻ്റെ പേരിട്ടാ, നോട്ട് ചെയ്ത് വെച്ചോ, വായിക്കാൻ പറ്റൂല. കറക്റ്റ്, കൊള്ളാട്ടോ, സ്ഥലം കൊള്ളാം, ഫ്ലവേഴ്സ് ഉണ്ട്. ഇതാണ് ആ ഫ്ലവർ പാരഡൈസ്. ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ടൂറിസ്റ്റ് പ്ലേസ് ആണ്, പക്ഷേ ഇവിടെ ആരുമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഒരു കുന്നിൻ ചെരുവിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കണ്ടോ, അപ്പുറത്ത് അവിടെ നമ്മളെ നാട്ടിലുള്ള ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ പറ്റുന്നതും ഇവിടെ വരുന്ന ആൾക്കാർ വൈകുന്നേരം വരാൻ നോക്കാം, ഫോർ ബെറ്റർ സൺലൈറ്റ്. വൈകുന്നേരമാണ് നല്ലത്. ഭയങ്കര ലൈറ്റാണ് ഇപ്പോൾ, സമയം രാവിലെ 10 മണി. അപ്പോൾ ഇത് ഇവിടെ ബർമ മ്യാൻമാർ ബോർഡർ ആയതുകൊണ്ട് ബർമ ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് സുക്കൗത്താങ് എന്നല്ലേ സ്ഥലത്തിൻ്റെ പേര്? സുക്കൗത്താങ് എന്ന് പറയുന്ന ഈ ഇന്ത്യ മ്യാൻമാർ ബോർഡറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ചെമ്പായി അതിൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ബർമ ലാംഗ്വേജ്, മ്യാൻമാറി ലാംഗ്വേജ് ആണെന്നാണ് തോന്നുന്നത്. വാട്ട്സ് ഹിസ് നെയിം? നമ്മളെ ഫുഡെത്തി. പിന്നെ ഇവിടെ ഉള്ളത് മൊത്തം മ്യാൻമാറി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ചായപ്പൊടിയും ന്യൂഡിൽസും എല്ലാം മ്യാൻമാറി പ്രൊഡക്ട്സ് ആണുള്ളത്. ഇത് മ്യാൻമാറി ഷോപ്പാണ് മൊത്തത്തിൽ. നമ്മൾ ഫുഡെത്തി. അപ്പോൾ ഇതിങ്ങനെയാണ് കഴിക്കേണ്ടത് ഇവർ കാണിച്ചു തരുന്നത്, പക്ഷെ നമുക്കറിയില്ല. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പോൾ മ്യാൻമാർ ബോർഡർ പോവാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ILP മസ്റ്റായിട്ട് കയ്യിൽ വെക്കുക, പിന്നെ നിങ്ങളെ വാല്യുബിൾ ആധാർ കാർഡ്. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ ബാക്കി ബോർഡർ എത്തിയിട്ട് കാണാം. അപ്പോൾ ഈ ഏരിയ ഒക്കെ നോക്കുക, ഫുൾ ലാൻഡ് സ്ലൈഡ് വന്നിട്ട് ആർമി വണ്ടിക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് മാത്രം ആക്കി വെച്ചിട്ടാണുള്ളത്. ഇന്ത്യ മ്യാൻമാർ ബോർഡറിനാണ്. ഇപ്പോൾ നമ്മളെ ഫോണിൽ ടൈമൊക്കെ മാറി, മ്യാൻമാർ ടൈമായി. അപ്പോൾ ബോർഡർ കടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇവിടെ ആർമിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പോൾ പറ്റുന്നതാണ്. അപ്പോൾ നോക്കി നോക്കാം, പോയി നോക്കാം. അപ്പോൾ ഇതൊക്കെ കാണുന്ന മ്യാൻമാറി വണ്ടികളാണ് കേട്ടോ. പിന്നെ ഇതാണ് ബോർഡർ, ഇന്ത്യ മ്യാൻമാർ ബോർഡർ. അപ്പോൾ പോകാൻ പറ്റുമോ നോക്കാം. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട്. ഇതാണ്, യെസ്, ഹായ്. അപ്പോൾ ഇതാണ് ഇന്ത്യ മ്യാൻമാർ ബോർഡറിലോട്ട് ഇവർ കടത്തി വിടുന്നില്ല കേട്ടോ. ബിക്കോസ് എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഓക്കെ അല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ബോർഡർ, കണ്ടില്ലേ? ഇതുപോലെ ആൾക്കാർ ഈ മിസോറാമിലുള്ള ആൾക്കാർക്കും പിന്നെ അവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടും ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും പോവാം. അതായത് മിസോറാമി സിറ്റിസൻസിന് മാത്രം. കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ ചെക്കിങ് ഉണ്ട്. ഇതാണ് ലാസ്റ്റ് വില്ലേജാണിത്, സുക്കൗത്തർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1.5 വർഷം മുമ്പേ ഇവിടുന്ന് എല്ലാവരും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഇന്ത്യൻ ആർമി ഇവിടെ നിൽക്കുന്നത് പോലെ അവിടെ ഒരു ഇതില്ല, സിസ്റ്റം ഇല്ല. പോലീസ് ഇല്ല, പട്ടാളം ഇല്ല, ആരും അവരുടെ ബോർഡറിൽ ഇല്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. അതാണ് ഇന്ത്യൻ ആർമി പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയാൽ സേഫ് അല്ല. അവിടുത്തെ ആൾക്കാർ മേ ബി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇതുപോലെ പണ്ട് ഇവർ അലൗ ചെയ്ത സമയത്ത് ഇവിടുന്ന് ആൾക്കാർ പോയപ്പോൾ അവിടുത്തെ ലോക്കൽസ് പിടിച്ച് വെച്ച് പൈസ ചോദിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഹോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. ബിക്കോസ് ഇത് 2 കൺട്രി ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട്
ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് പോലും ക്രോസ് ചെയ്യാൻ പറ്റില്ല. 1.5 വർഷം മുമ്പേ പോകാമായിരുന്നു, ടൂറിസ്റ്റുകൾ എല്ലോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മിസോറാം പീപ്പിൾസിനെ മാത്രമാണ് കടത്തിവിടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ട് അങ്ങോട്ടും അവിടുന്ന് സാധനങ്ങൾ കൊണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട് ആൾക്കാർ. പക്ഷേ നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല. അപ്പം നിരാശയാണ്, മടങ്ങി പോവാം, കുഴപ്പമില്ല. മാജിദ ഇരിക്കുന്നു അല്ലേ? ഇവിടുന്ന് അതായത് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. മ്യാൻമാറിലുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ ഇവിടുത്തെ മിസോറാമിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ സിസ്റ്റം വരെ ഇവിടെ ഉണ്ട്. പക്ഷേ പുറത്തുനിന്നുള്ള ഏത് സ്റ്റേറ്റുകാരനായാലും എത്ര വലിയ പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും കടത്തി വിടുന്നില്ല എന്നാണ് ഇപ്പോൾ 23-ന് ശേഷം. യെസ്, വരാണപ്പോൾ ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ വരുന്നവർ വരാം, ബോർഡർ കാണാം, തിരിച്ചു പോകാം. യെസ്, കണ്ടില്ലേ സിമ്പിളാണ്. ആൾക്കാർ നടന്ന് ക്രോസ് ചെയ്യുന്ന ബോർഡറാണിത്. വണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. അതിന് ചിലപ്പം വേറെ ഇതുണ്ടാവും, ജസ്റ്റ് ഒരു ബ്രിഡ്ജ്. ഇതിൻ്റെ അപ്പുറത്ത് റിപ്പബ്ലിക് ഓഫ് മ്യാൻമാർ കാണാം, മ്യാൻമാറി ആൾക്കാരെ കാണാം. ഈ ചെറിയൊരു ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ ടൂറിസ്റ്റുകൾ അലൗഡ് അല്ല. ഇതാ ഇവരും അതുപോലെ വന്നാണ്, ഓരേയും കടത്തി വിടുന്നില്ല. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ എവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളുണ്ട്, ഓരെയും കടത്തി വിടുന്നില്ല. പക്ഷേ ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് പോകാൻ പറ്റുമെന്നാണെന്നുള്ളത്. നമ്മൾ ഓൾറെഡി ട്രൈ ആൻഡ് ഫെയിൽഡായി. പോയാലും ദേ ആ കാണുന്ന അതുണ്ടല്ലോ, അവിടെ വരെ പോകാൻ പറ്റൂ, അതിലപ്പുറത്തോട്ടും പോകാൻ പറ്റൂല. അതെ ഇനിയിപ്പോൾ അങ്ങനെ ആലോചിച്ച് ആശ്വസിക്കാം. മ്യാൻമാർ വിളിപ്പാടകല്ലേ. ഇവിടെ ആർമി ഉണ്ട്, ചെക്ക് പോസ്റ്റിൻ്റെ ചെക്കിംഗ് ഉണ്ട്. അവിടെ ഒന്നുമില്ല, അതാണ് അവർ പറയുന്നത്. അവിടുത്തെ ആൾക്കാർക്ക് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളവിടെ പോയാൽ സേഫ്റ്റി എന്നാണ് ഇവർ ചോദിക്കുന്നത്. വാട്ട് ഇഫ് നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ? ഇവിടെ ഒരു ക്യാമറ ഇത് മാത്രമേ ഉള്ളൂ. അതിൽ നോക്കിയിട്ട് നിങ്ങളിപ്പോൾ മിസ്സിങ് ആയാൽ നിങ്ങളെ പോയത് കണ്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പറ്റി, ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഇവരോടാണ് ചോദിക്കുക. ഈ പട്ടാളക്കാരുടെ പണി പോകും, അങ്ങനെ ഭയങ്കര പ്രശ്നമാവും അത്. അത് ശരിക്കും മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഇനി വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ബോർഡർ കാണാം, മ്യാൻമാർ നോക്കാം. അപ്പോൾ അതാ ജസ്റ്റ് ഈ ഗേറ്റ് ക്രോസ് ചെയ്യാമെന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. യെസ്, മ്യാൻമാർ എത്തി കഴിച്ചു. അങ്ങോട്ട് പോവാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇവിടുന്ന് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു പോകും. അതാണ് മ്യാൻമാർ, ഇതാണ് ഇന്ത്യ. അപ്പോൾ ജസ്റ്റ് ആർമി നമ്മളെ അലോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുള്ളിൽ കയറിയിട്ട് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ തിരിച്ചു പോരുക, അതെന്നെ കുറേ ചോദിച്ചതിന് ശേഷമാണ്. ഈ വൈറ്റ് കളർ കാണുന്നതാണ് ഇന്ത്യ, ഈ റെഡ് കളറാണ് മ്യാൻമാർ. ഇതൊക്കെ മ്യാൻമാറീസ് ആണ്. വെൽക്കം ടു മ്യാൻമാർ. ഇതുണ്ടോ, ഇതുപോലെ ഈ ബോർഡറിൽ ഫുൾ സാധനങ്ങൾ ക്രോസിംഗ് ആണ് പരിപാടി. ഒക്കെ മ്യാൻമാറി ബ്രാൻഡ്സ് ഉണ്ട്, ഇന്ത്യൻ ബ്രാൻഡ്സ് ഉണ്ട്, എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് പരിപാടി. അപ്പോൾ ഇതാ മ്യാൻമാറിലേക്ക് ക്രോസ് ചെയ്യാണ് ഗൈസ്. യെസ്, ഇത്രേ ആഗ്രഹിച്ചിട്ട്. ഇതൊക്കെ മ്യാൻമാറിലെ ടാക്സി ഡ്രൈവേഴ്സ് ആണ് കേട്ടോ. ഇവർ ഈ ബോർഡറിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുകയാണ്. വാട്ട്സ് ദിസ്? He don't smoke. കുറേ ചോദിച്ചതിന് ശേഷമാണ് ഈ ആർമിക്കാരൻ കടത്തി വിട്ടത് കേട്ടോ. ഈ റിവറിന്റെ പകുതി മ്യാൻമാറും പിന്നെ പകുതി ഇന്ത്യയുമാണ്. ഈ വൈറ്റ് കളറില്ലേ, ഈ വൈറ്റ് കളറ് ഇന്ത്യയും അതിൻ്റെ അപ്പുറത്തുള്ള റെഡ് കളറ് മ്യാൻമാറും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇപ്പം നമ്മൾ മ്യാൻമാറിനെ തിരിച്ച് വെൽക്കം ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് പോവാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ മ്യാൻമാറി സ്വീറ്റാണ് കേട്ടോ, മ്യാൻമാറിയാണ്. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ബൈക്ക് ടാക്സീസ് ആണ്. ഇവരൊക്കെ മ്യാൻമാറികളാണ്. അപ്പൊ ഇവര് പറയുന്നത് ഇവര് ഇവിടുത്തെ അടുത്തുള്ള ഒരു ലേക്ക് ഉണ്ട്. വാട്ട് ഇസ് ദ ലേക്ക് നെയിം? ലേക്ക് നെയിം? ലേക്ക് നെയിം? റീദിൽ.
അത് മ്യാൻമാറിലുള്ള ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു ലേക്കിൻ്റെ പേരാണ്. അപ്പോൾ ഇവരവിടെ കൊണ്ടുപോകാൻ ഇല്ലീഗലായിട്ട് എന്ന് പറയുന്നുണ്ട്, 500 റുപ്പീസ്. പക്ഷേ പോയാൽ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇവിടുത്തെ ആർമിക്കാർ പറഞ്ഞത് അങ്ങനെ പോയാൽ നമുക്ക് എന്താ സേഫ്റ്റി അത്ര കൂടുതലല്ല. അപ്പോൾ അതാ തിരിച്ചു പോകുമ്പോഴും ചമ്പായിൽ നിന്ന് ഐസ്വാളിലേക്ക് തിരിച്ച് പോകുമ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത പോലെ തന്നെ നമ്മൾ പോയി എന്നുള്ളത് ഇവിടെ ഇവരുടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ സൈൻ ചെയ്യണം. എന്നിട്ട് വി ആർ റൈഡിങ് ബാക്ക് ടു ഐസ്വാൾ. ഇപ്പോൾ ഇവിടെ 2:22 അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. 4:30 സണ്ണ് പോകും. അപ്പോൾ മാക്സിമം ഡേ ടൈമിൽ റൈഡ് ചെയ്യട്ടെ. ഇവിടെ റൈഡ് ഹാഫ് കഴിഞ്ഞ് അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ കയറിയതിൽ കിടിലൻ സൺസെറ്റ്. സണ്ണ് പോയി, ഏകദേശം പോയി. നമ്മളെ പറഞ്ഞ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. നൈസ്. It's for Christmas, right? Merry Christmas. ഇതൊരു ഹോട്ടലാണ് കേട്ടോ, പക്ഷെ ഇത് ഇവരുടെ വീട് പോലെ ഉണ്ട്. പരിപാടി എന്താണെന്നറിയില്ല. പുറത്തുള്ള വ്യൂ നോക്കിയേ, ഫുഡ് കഴിക്കുമ്പോഴുള്ള സൺസെറ്റ് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഗുഡ് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ വേണ്ടതെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. എന്നിട്ട് നമ്മൾ ഗൂഗിളിലെടുത്ത് കാണിച്ചു കൊടുത്തു. കാരണം ഇവർക്കാർക്കും ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല, ഹിന്ദിയും അറിയില്ല, ഒന്നും അറിയില്ല. ആകെ അറിയുന്നത് മിസോ മാത്രം. എന്നിട്ട് ഓംലെറ്റ് ഒക്കെ വേണ്ടിയിട്ട് ഗൂഗിളിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഐസ്വാളെത്തി. ഇവിടെ എന്തോ ഒരു ഫുഡ് എക്സിബിഷൻ പോലത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ബീഫ് കട്ട്ലറ്റും പിന്നെ ചിക്കൻ ബ്രസ്റ്റും, ബീഫ് ചീസ് ബോൾസ് പിന്നെ ചിക്കൻ ബ്രസ്റ്റ് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതുപോലത്തെ കുറേ ഉണ്ടാവും കേട്ടോ. എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ്. ഇതൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഇന്നലെ അത് ട്രൈ ചെയ്ത്. ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഫിഷ് ഉണ്ട്, ഇത് പോർക്കാണ്, ചിക്കൻ ലെഗ് ഉണ്ട്, ഇത് ബീഫാണ്, ഇത് ചിക്കനാണ്, ചിക്കൻ ബ്രസ്റ്റ് ആണ്, ഇത് പ്രോൺസ് ആണ്, ഇത് ചിക്കൻ്റെ ലെഗ്, യെസ് എല്ലാ സാധനം. പിന്നെ മുട്ട പൊരിച്ചത്, ബീഫ് ബർഗർ. പിന്നെ ഇതാണ് അവരുടെ ഇത് ലൈവായിട്ട് ഇവർ ഇവിടെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരെ വേണം. വലിയ ചാർജൊന്നുമില്ല, 20, 50, 100, മാക്സിമം 100. അപ്പോൾ ഇതുപോലെ ഇത് 12 മണി വരെ ഓപ്പൺ ആണ് ഇവിടെ. ബാക്കി എല്ലാ കടകളും പെട്ടെന്ന് ക്ലോസ് ആകും. പക്ഷേ ഇവർ 12 മണി വരെ ഉണ്ടാവും. സ്ട്രീറ്റ് ഫുഡുകൾ, നല്ല അടിപൊളി ഫുഡുകളുണ്ട് ഇവിടെ. അപ്പം അതൊന്ന് നോക്കണം, നല്ല ഏതെങ്കിലും പിടിക്കണം, കഴിക്കണം, റൂമിൽ പോകണം. ഇന്നത്തേക്ക് ബൈ. നമ്മൾ തിരിച്ച് ദീദിയുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നോ, ഐ വിൽ അപ്ലോഡ് ടുമോറോ. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്താൽ അത് ഇങ്ങനൊരു സംഭവം പരിപാടി ഉണ്ട് എന്നുള്ളത് മുപ്പത്തിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഒരു സബ്സ്ക്രൈബ്, യു സബ്സ്ക്രൈബ് റൈറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്, ലാസ്റ്റ് ഡേ ഇൻ മിസോറാം. ഞാനിപ്പോൾ ഇവിടെ 7th ഡേ ആണ് എൻ്റെ. ഞാനൊരു 3 ദിവസത്തെ പ്ലാനായിട്ട് വന്നായിരുന്നു. പക്ഷേ മിസോറാം ഞാൻ വിചാരിച്ചതിലും കുറേ അടിപൊളിയാണ്. പറ്റുമെങ്കിൽ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം. ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എങ്ങനെ വരാം, എന്തൊക്കെ ചെയ്യാം, എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഗുവാഹട്ടിയിൽ നിന്ന് നാഗാലാൻഡ് പോയി ഹോൺബിൽ കൂടിയിട്ട്. അപ്പോൾ ബാക്കി അതിൻ്റെ വീഡിയോസ് ആയിട്ട് കാണാം. വി ആർ ലീവിങ്. വി വിൽ സീ യു നെക്സ്റ്റ് ടൈം. അപ്പോ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാ നമുക്കൊരു ലോറി കിട്ടി മീൻസ് സൈറൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ലോക്കൽ ബസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്കാണ് ലാസ്റ്റ് ബസ്. അപ്പോൾ നമുക്ക് 7 മണിക്കാണ് ട്രെയിൻ. കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പം ഇതാ 2 ഭായിമാരെ കിട്ടി. ഇവർ ആസാമിലേക്കാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പക്ഷെ നമ്മൾ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തതായതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ തന്നെ പോകാനാണ് പ്ലാൻ. താങ്ക് യു ഭയ്യ. See you, bye. റെയിൽവേ സ്റ്റേഷൻ ബാഗ് ഓടിച്ച് അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഇവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അത് നമ്മൾ ട്രാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കും. യെസ്, ആ കാണുന്നതാണ് ഹെവി ബാഗ്. അജിന്റെ ബാഗ് ഉണ്ടാ. എൻ്റെ കയ്യിലും കുറച്ച് സാധനങ്ങളുണ്ട്. സൈറൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:15 ആകുമ്പോഴത്തേക്ക് എത്തി. നേരത്തെ എത്തി. ഈ ട്രെയിനിൽ ഗുവാഹട്ടി സൈറൻ ടു ഗുവാഹട്ടി സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഫുള്ള് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ
ജനറൽ ഫ്രീ ആണ്, ലെസ് ക്രൗഡഡ് ആണ്. ഇത് പുതിയ ട്രെയിനാണ്, 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ 7 മണിക്ക് ട്രെയിൻ സ്റ്റാർട്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ ഗുവാഹട്ടി എത്തിയിട്ട് ബാക്കി. ബായ്.